ഫുള്ള് ചളിയാവല്ലേ? ഉപ്പ ഓരെല്ലാം അഞ്ചാമത്തെ നാലാമത്തെ ശരിയാ. നാലാമത്തെ മിഞ്ഞാന്ന് കഴിഞ്ഞു. ഇനി അടുത്ത ഹാപ്പി ബർത്ത്ഡേ. ആ ഇനി 363 ദിവസം ഉണ്ട് ഷേബിൻ്റെ അടുത്ത ഹാപ്പി ബർത്ത്ഡേക്ക്. ആ മിഞ്ഞാന്നല്ല ഒരു ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞ. ഇനി അടുത്ത ഹാപ്പി ബർത്ത്ഡേക്ക് 363 ദിവസം ഉണ്ട്. ഓക്കെ, ആ അത്ര ദിവസം ഉണ്ട്. നമുക്ക് പോവാ, ഔത്തേക്ക് പോവാ. ഫുള്ള് ചളിയായിന്. നീ പിടിക്കാടുന്ന് ബിയെ പോണോ? ബടിയാ? എന്ത് ബടി? നീ പിടിക്കുന്ന ബടി നമുക്ക് നോക്കണ്ടാന്ന്. നീ പിടിക്കാൻ വേണ്ടി ഷേ പിടിക്കുന്ന അവിടെ ഒരു കണ്ടെയ്നർ റോഡിന്റെ സെന്ററിലുള്ളത്. സ്റ്റാർ വീണാ? ഇവിടെ ഒരു കണ്ടെയ്നർ ഇങ്ങനെ തന്നെ റോഡ് നടുവിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ കാര്യമില്ല, ഇതില് 2 വീലർ മാത്രമേ ഇതിൽ വരുള്ളൂ. ഷേബിന്റെ 2 സ്റ്റാർ കയ്യിലുണ്ടായിരുന്നു. സ്റ്റാർ അവിടെ പോയി? ഏത് സ്റ്റാർ വീണ? പൊട്ടിയ സ്റ്റാറാ നല്ല സ്റ്റാറാ വീണത്? നല്ല സ്റ്റാർ വീണത്. അത് പോയാ? ഷേബിന് പാണിന് വേറെ സ്റ്റാർ എടുത്തിട്ട് പാട് പോവും. നിക്കാലാ ഉറപ്പല്ലേ? അതെടുത്ത് സ്റ്റാർ എടുത്തോ. ഇതെടു സ്റ്റാർ, ഇതെടുത്തായ എടുത്തോ എടുത്തോ. മതിയാ? മതിയാ? ഇനി താഴെട്ടുണ്ടോ? അതിന് ടൈമില്ല വരാന്. അപ്പൊ ലൈറ്റായി. തിരിച്ചു പോകുന്ന സമയത്ത് ചെക്കൻ്റെ കളി 2 സ്റ്റാർ ഉണ്ടായിരുന്നു. അതിൽ സ്റ്റാർ എവിടെയോ മിസ്സായി. ചെക്കന് സ്റ്റാർ ഇല്ലാതെ പോകാൻ പറ്റില്ല. ഞങ്ങൾ തിരിച്ചു വന്ന് അവിടുന്ന് വീണ്ടും 2-3 സ്റ്റാർ എടുത്ത് തിരിച്ചു പോകണം. സ്റ്റാർ ഫിഷ് അല്ല, എവിടെയോ ആണ് വീണത്. ജസ്റ്റ് നോക്കിയിട്ട് കിട്ടിയില്ല. അങ്ങനെ പിന്നെ അവിടെ തന്നെ പോയെടുത്ത് ചെക്കന്മാർ കാര്യമായിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കണം. ഇതിവിടെ പതിവുള്ള സംഭവം തന്നെയാണ്. റോഡാണല്ലോ. ആ ഓക്കെ. ഇത് നെല്ലിക്കുന്ന് ഹാർബർ റോഡ് നല്ല വിശാലമായി കിടക്കല്ലേ. ഇതിൻ്റെ ഇടയിൽ കുറേ ഹിഡൻ സ്പോട്ടുകളുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് കുറേ ഹിഡൻ സ്പോട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് വീടിൽ നിന്ന് എടുത്തിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഹിഡൻ സ്പോട്ടൊക്കെ അങ്ങനെ ഹിഡനായിട്ട് വെച്ചേക്കാണ്. ഇനി ഹിഡൻ സ്പോട്ടൊക്കെ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്ന് അറിയണമെന്നുള്ള ആൾക്കാർ ഫ്രീ ആയിട്ട് കുറച്ച് സമയം ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ട് വന്ന് സ്ലോ ആയിട്ട് ഓരോരുടെ മുക്ക് മൂലി മരിച്ചു പെറുക്കി പോയാലില്ലേ കുറേ ഹിഡൻ സ്പോട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇതൊന്നും വീഡിയോയിൽ ചെയ്യാറില്ല കേട്ടോ, കാരണം കുറേ ആൾക്കാരെ പ്രൈവസിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അത് കിട്ടാനില്ലേ എൻ്റെ ബാക്കിൽ തപ്പി പിടിച്ച് എന്നെ വന്ന് തല്ലും. ഇത് വന്ന് ഗുഡ് വൈബ്സ് എന്നുള്ളൊരു ചായക്കടയുണ്ട്. എനിക്ക് സാധാരണ ഇവിടെ കാലത്തെ സ്ഥലം ഉണ്ടാവില്ല. അതെന്ത് പറ്റി? ഒരു ടേബിൾ പോലും പുറത്തിട്ടില്ല. ഇവിടെ ഫുട്ബോള്, ഇപ്പുറത്ത് ക്രിക്കറ്റ്, അവിടെ സൂര്യൻ അസ്തമിക്കാനായിരിക്കുന്നു. ഇവിടെ തോണിക്ക് മീൻപിടുത്തം കഴിഞ്ഞ് ഇവിടെ റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ആ ഒരു അടിപൊളി റോഡിലെ ആ ഒരു ലൊക്കേഷൻ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കോൺക്രീറ്റ് റോഡാണ്. കോൺക്രീറ്റും ഹമ്പും
ഇവിടെ ഹമ്പില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ, കാരണം ഇവിടെയൊക്കെ ജനവാസ മേഖലയാണ്. എന്ന് വെച്ചാൽ റോഡിനോട് തൊട്ടടുത്താണ് റോഡ്. അതാ ഇവിടെ കുറേ അമ്പലങ്ങളുണ്ട്, അത് കൂടാതെ റോഡിനോട് മുട്ടിയിട്ടാണ് വീടുകളൊക്കെ ഉള്ളത്. അപ്പോൾ എങ്ങാനും ഇവിടുന്ന് ഹമ്പും ഇതൊന്നും ഇല്ലെങ്കിലില്ലേ ചെറിയ കുട്ടികളൊന്നും പേടിയാണ്. കണക്കിന് ഹമ്പ് നല്ലതാണ്, ഇവിടെയൊക്കെ വേണം, ഹമ്പ് കേട്ടാൻ പാടില്ല. പക്ഷേ ജനവാസ മേഖല അല്ലാത്ത ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇപ്പോൾ റോഡ് ഹാർബറിന് ഇതുവരെയുള്ള ഒരു ഏരിയ, അതിൻ്റെ ഇടയിൽ നല്ല റോഡാണ്. ഒരു ഹമ്പോ സ്പീഡ് ബ്രേക്ക് ഒന്നും കൊടുത്തിട്ടില്ല. CR7 അടിപൊളിയൊരു പോസ്റ്റർ വന്നിട്ട് പോർച്ചുഗലിൻ്റെ. ഇവിടെ എന്താ ഇംഗ്ലണ്ട് ഫാൻസ്, ഇവിടെ ബ്രസീൽ. വലിയ 3 കട്ടൗട്ടാണുള്ളത്. എൻ്റെ ക്യാമറ ചാർജ് തീരാനായിട്ടുണ്ട്, ഏത് സമയവും ഓഫാവും. അത് ആമസോണിന് ഒരു ബാറ്ററി വാങ്ങിയതാണ്. 10 ദിവസത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ഉണ്ടായിരുന്നു. അത് പിന്നെ ആ ദിവസങ്ങളിൽ എനിക്ക് കൂടുതലൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പോൾ ക്യാമറേൻ്റെ ബാറ്ററിൻ്റെ ലൈഫൊന്നും കറക്റ്റ് അറിയാൻ പറ്റിയില്ല. ഏകദേശം ആ ഒരു റീപ്ലേസ്മെൻറ്റ് ഡേറ്റ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യേണ്ട അവസരം കിട്ടിയത്. കാരണം എനിക്ക് ലീവും കാര്യങ്ങളൊക്കെ കിട്ടിയത് ആ സമയത്താണ്. അപ്പോഴാണ് ബാറ്ററിക്ക് തീരെ ചാർജ് നിൽക്കുന്നില്ല എന്നുള്ളത് സംഭവം മനസ്സിലായത്. റീപ്ലേസ്മെൻറ്റ് ഡേറ്റൊക്കെ കഴിഞ്ഞ് ഒറിജിനൽ തന്നെ വരുത്തിക്കണം, അല്ലാതെ വേറെ ഓപ്ഷനില്ല. ഇവിടെ പോയാലൊക്കെ നല്ല വെള്ളം നിറഞ്ഞ് നിൽക്കണം. ഞാൻ ഇന്നിങ്ങനെ ചെക്കനെയും കൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ മോനിങ്ങനെ ബോറടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ബോറടിക്കുന്ന സമയത്ത് അവന് ഫോൺ ചോദിക്കും. ഏത് കുട്ടികളായാലും അങ്ങനെയല്ല, ഫോൺ തരുമെന്ന് ചോദിക്കും. ആ സമയത്ത് ഫോൺ ചോദിക്കുന്ന സമയത്ത് വൈകുന്നേരം അവനെയും കൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവനും ഓക്കെ, അത്യാവശ്യം ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അവനും ഓക്കെയാണ്. അസ്സലാമു അലൈക്കും. അല്ല കുളിയല്ല കേട്ടോ, ഫോൺ കഴിക്കുന്ന സമയത്ത് അവനെയും കൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒന്നിങ്ങനെ കടലിലൊക്കെ പോയി മീൻ പിടിക്കുന്നതൊക്കെ കണ്ട് അവിടെ ഞാൻ കുറച്ച് ചുറ്റിപ്പറ്റി ഒരു 1-2 മണിക്കൂർ ഇങ്ങനെ കടപ്പുറവും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ റൈഡൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ചെക്കനും ഹാപ്പിയായി. ഇനി ഇവനെ കൊണ്ട് കുളിപ്പിച്ച് വീട്ടിലാക്കി പിന്നെ എനിക്ക് വർക്കിന് കയറാനുള്ള ടൈമായി. 6:45 ആകുമ്പോഴേക്ക് എൻ്റെ ഡ്യൂട്ടി ടൈം സ്റ്റാർട്ടാവും. 6:45-7 മണി. അപ്പോൾ അപ്പോഴേക്ക് എനിക്ക് ഡ്യൂട്ടിക്കും കയറണം. അല്ലോ, ഞാൻ ഈ റോഡിൽ വരാൻ പാടില്ലായിരുന്നു. ഭയങ്കര സ്ലിപ്പറി ഏരിയ ആണിത്. തൽക്കാലം ഇതിൽ പിടിക്കും. കാറ് പോകുന്ന സ്ഥലമായിട്ട് കാറ് പോകുന്ന ഏരിയ. ജസ്റ്റ് മഴ പെയ്താൽ പെട്ടെന്നുള്ള പുല്ല് മുളക്കും. പിന്നെ ആൾക്കാർ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്രയെങ്കിലും പുല്ല് മുളക്കാതെ ബാക്കി നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.